ഏമൻ, ഇന്നത്തെ കുട്ടികളിൽ എത്ര പേർക്ക് ഈ കളിയാണ്? ഈ പറഞ്ഞതുപോലെ ഗ്രാമങ്ങൾ പരിഷ്കരിച്ച് പട്ടണങ്ങളായി ഈ കളിയൊക്കെ ഇല്ലാണ്ടായി. പണ്ടൊക്കെ എന്തെല്ലാം നാടൻ കളികളുണ്ടായിരുന്നു. നാടൻ പന്ത് കളി, അതുപോലെ തന്നെ വില്ലടിച്ചിട്ടുള്ള കളി, ഉണ്ട വെച്ചിട്ടുള്ള ഓടിച്ചിട്ടുള്ള കളി. ആ കാലഘട്ടമൊക്കെ പോയി. ഇന്ന് കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ കശുവണ്ടി ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൈ തരിച്ചു പോയി. അവരുടെ കൂടെ ഒന്ന് കളിച്ചാലോ എന്ന്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാർദ്ധക്യത്തിലേക്കുള്ള എൻ്റെ ഈ തുടക്കമായതുകൊണ്ട് അതൊക്കെ കൈവിട്ടുപോയി. അതൊക്കെ ഇനി വെറും മോഹങ്ങളാണ്. എന്തായാലും ഈ കശുവണ്ടി കളി കണ്ടപ്പോൾ ഒരു പഴയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും. ഓട്ടി ഓട്ടി പോയ ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. അണ്ണന്മാരൊന്നും വന്നില്ലേ ഇന്ന്? മാഷേ, അവര് ഗ്രൗണ്ടിൽ അണ്ടി കളിച്ചോണ്ടിരിക്കുക. ഓ, അശോകൻ കെ സി, ആതിര എ പി, പ്രസന്റ് സാർ. അശ്വതി പി, പ്രസന്റ് സാർ. അപ്പു എം. എന്താടാ വൈകിയേ? അണ്ടി കളിക്കാനോ പഠിക്കാനോ സ്കൂളിൽ വരുന്നേ? എന്താ ട്രൗസറിന്റെ പോക്കറ്റിന് ഒരു വീക്കം? എന്താ ഇതിനകത്ത്? ഒന്നുമില്ലാഞ്ഞിട്ടാ ഗർഭം പോലെ വീർത്തിരിക്കണേ. വാ നോക്കട്ടെ. എവിടെ മുഴുവൻ പുറത്തേക്ക് എടുക്ക. മാഷേ, ഇത് തൊട പൊന്നാവുണ്ടെങ്കിൽ മര്യാദക്ക് എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. ഇനി പോയിരുന്നോ? ഞാൻ മാത്രമല്ല, എന്റെ പോക്കറ്റിൽ മാത്രമല്ല, ദാ അവന്റെയും ഒക്കെ പോക്കറ്റിലുണ്ട്. ആരുടെയൊക്കെ പോക്കറ്റിലുള്ളതെന്ന് വെച്ചാ ഇവിടെ കൊണ്ട് വെക്കുന്നതാ നല്ലത്. അപ്പു എം. പ്രസന്റ് സാർ. അഹമ്മദ് കുട്ടി. പ്രസന്റ് സാർ. ഉണക്ക് പലവിധമാണല്ലോ മാഷേ. ഉള്ള ഉണക്ക് മതി. താനത് തൂക്കിയിട്ട് ഉള്ള കാശിങ് എടുത്തേ. പൊതുവാള് മാഷ വീട് പുറമേ നോക്കിയാൽ പുറകിൽ ഇത്രയും പൊരയിടുണ്ടെന്ന് തോന്നില്ല കേട്ടോ. നല്ല കശുമാവുണ്ടല്ലേ? ആ തൂക്കം നോക്കി കാശ് എടുക്കും മാപ്പിളെ. ഉണക്കുറവിന് ഞാനൊന്നും കുറച്ചിട്ടില്ല കേട്ടോ. നീ എന്താ ഇവിടെ? തൃശ്ശൂരിന്ന് ജാഫ്നാപ്പുകയിൽ കൊണ്ടുവരാന്ന് മാപ്പിളയോട് പറഞ്ഞേൽപ്പിച്ചാ. അതില്ലാണ്ട് അച്ഛന് മുറുക്കാൻ വയ്യ. അങ്ങാടിയിൽ കിട്ടാത്ത ജാഫ്ന പുകയിലും ഉണ്ടോ മാഷേ? നീ ഇങ്ങോട്ട് വന്നേ, ഒരു ചായ കുടിക്കാം. കടി എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഇയാൾക്കൊരു സുഖിയനും ഒരു പരിപ്പോടെ. ഒരു സുഖിയനും ഒരു പരിപ്പോടെ. ഒരു പഴംപൊരിയും കൂടെ. ആയിക്കോട്ടെ.